എല്ലാ കൂട്ടുകാർക്കും അഡ്രൈസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അസാധ്യ ടേസ്റ്റിലുള്ള ഒരു പയർ മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ്. വൻപയർ മെഴുക്കുവരട്ടിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പയർ മെഴുക്കുവരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ കറി തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ 1.5 കപ്പ് വൻപയറാണ് എടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പും 125 ml കപ്പിന് 1 കപ്പുമാണ് എടുക്കുന്നത്. ടോട്ടൽ 1.5 കപ്പ് വൻപയർ ഇവിടെ എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് അരിച്ചൊക്കെ എടുക്കണം. ഇത് കല്ലൊക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതേ കപ്പിന് തന്നെ ഒരു 3 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. കുക്കറിലാണെങ്കിൽ ഇതിന് നേരൊക്കെയുള്ള വെള്ളം നിങ്ങൾ ഒഴിച്ചാൽ മതിയേ. ഇനി ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതേപോലെ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഇത് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ പയറൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണ് എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വെന്തെടുക്കാം. ഇതിപ്പോൾ ഒരു 3-4 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ മോൾഭാഗം പയർ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെ വെന്ത് വരത്തില്ല. അപ്പോൾ അതിനൊരു ട്രിക്കുണ്ട്. ഈ മോൾഭാഗത്ത് കിടക്കുന്ന ഈ പയർ നമുക്കിതിൻ്റെ അടിഭാഗത്തേക്കൊന്ന് മാറ്റിയിടണം. ഇതുപോലെ ഒന്ന് എടുത്തിട്ട് കുടഞ്ഞു കഴിഞ്ഞാൽ ഈ മോൾഭാഗത്തുള്ള പയർ മുഴുവനും താഴെ വരികയും ആ പയർ നന്നായിട്ടൊന്ന് വെന്ത് വരികയും ചെയ്യുവേ. ഞാനിപ്പോഴത് അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും താഴെ ഭാഗത്തുള്ള പയർ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മുകൾ ഭാഗത്ത് കിടന്ന പയർ ഇപ്പോഴും ഒരു പകുതി വേവായിട്ടേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം അടച്ച് വെച്ച് നമുക്കൊന്ന് വെന്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എങ്ങനെയൊന്ന് വെന്തെടുത്തിട്ടുണ്ട്. ഇതിന് ഒരല്പം വെള്ളം ഇതിനകത്തുണ്ട്. അതൊന്ന് വറ്റിക്കുന്നത് വരെ നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം ആ വെള്ളം. പയറെല്ലാം ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ നടുഭാഗത്ത് ഇത് കണ്ടോ ഒരല്പം വെള്ളം കൂടിയുണ്ട്. അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. എത്ര നമ്മൾ കറക്റ്റ് വെള്ളം ചേർത്താലും ഇതുപോലെ ഒരല്പം വെള്ളം നമുക്ക് മീതി വരും. കണ്ടോ, അത് നമുക്കിതുപോലെ തന്നെ ഒന്ന് തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ആയാൽ മതി. പയറും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഈ സമയം നമുക്കിതിന് വേണ്ട ഉള്ളിയൊക്കെ ഒന്ന് എടുക്കാം. ഇത് ഞാനിവിടെ ഒരു ചെറിയ ചോള വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഇത് ഒരു 10-20 അല്ലി വെളുത്തുള്ളി ഉണ്ട്, ചെറുതായതുകൊണ്ട് തന്നെ. പിന്നെ ഒരു 4 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകും. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കല്ലേൽ വെച്ച് ചതച്ചെടുത്താലും മതിയേ. ഇങ്ങനെ ഇത് ചതച്ചെടുത്ത് ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഈ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ച് ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും ഒക്കെയാണ് നമ്മുടെ കറിക്ക് വരുന്നത്. ചേർത്തിട്ടുള്ളവർക്കറിയാം നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വയ്ക്കാം. ഈ കടായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയ്ക്കകത്ത് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കറിക്ക്. പിന്നെ നിങ്ങൾക്ക് എണ്ണ കൂട്ടാൻ മേലാത്തവർക്ക് ഓയിൽ ചേർക്കാം കേട്ടോ. പക്ഷേ ടേസ്റ്റ് വെളിച്ചെണ്ണയ്ക്കകത്ത് ചേർക്കുമ്പോഴാണ്. ഇപ്പോൾ ഈ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനൊരു 2 കൊച്ചുള്ളി ചെറുതായിട്ട് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറമാകേണ്ട ആവശ്യമൊന്നുമില്ലേ, ഒന്ന് വഴന്നു വന്നാൽ മതി.
ഇതിപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഇതേപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാനിതിന് ചേർക്കുന്നുണ്ട്. ഇതാണ് ഈ കറിയുടെ ടേസ്റ്റ്. ഇതുപോലെ നിങ്ങൾ കുരുമുളക് പൊടി ചേർത്തൊന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ് ഈ പയർ കറിക്ക്. മറ്റൊരു കറി ഇല്ലെങ്കിൽ നമ്മൾ ഇഷ്ടംപോലെ ചോറുണ്ണും. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. ഒരല്പം എരിവുള്ളത് നല്ലതാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു കറി ഉണ്ടെങ്കിൽ ഇത് നല്ല എരിവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും. കുട്ടികളൊക്കെ ഉള്ളിടത്ത് മുളക് ഒരല്പം കുറച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയം മോന് ചോറ് എടുത്തുകൊണ്ട് വന്നിരിക്കുക. ഒരല്പം കറി ഇതിൽ നിന്ന് താന്നും പറഞ്ഞുകൊണ്ട് കറി വെന്തു, പക്ഷേ നല്ലൊരു സ്മെല്ല്. അവൻ പറഞ്ഞ് എനിക്കിപ്പോൾ തന്നെ ചോറ് വേണമെന്നും പറഞ്ഞുകൊണ്ട് ദേ ചോറും കൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ കറി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഈ സമയം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ കൂടി മറക്കരുത്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എങ്കിലേ എനിക്ക് എൻ്റെ വീഡിയോ നന്നാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ പിന്നെ ഇങ്ങനെയേ കറി ഉണ്ടാക്കത്തുള്ളൂ. നല്ല ടേസ്റ്റ്, അതുപോലെ ടേസ്റ്റാണ് ഈ കറിക്ക്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കൂട്ടാൻ നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ പറയണം. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല രുചികരമായ ഒരു പയർ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.